കാട്ടവരാതം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ട സിനിമകളിൽ ഏറ്റവും വലിയൊരു കാട്ടവരാത ലിസ്റ്റിൽ പെടുത്താൻ പറ്റുന്ന ഒരു മെഗാ കാട്ടവരാതമായിരുന്നു ധ്യാൻ ശ്രീനിവാസന്റെ ആപ് കേസെ ഹോ. എൻ്റെ പൊന്നടാവേ, ഈ പണ്ടാറടങ്ങുന്ന സിനിമയ്ക്ക് ഞാൻ ഏത് നേരത്താണോ ടിക്കറ്റ് എടുത്തൊന്ന് കാണാൻ തോന്നിയത് എന്നുള്ള ഒരു നേരത്തെ ശപിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. എൻ്റെ പൊന്ന, ഒന്നും പറയാനില്ല. ധ്യാൻ ശ്രീനിവാസനെ നമിക്കണം. ഇത്രയും കാട്ടവരാത സിനിമകളിൽ അഭിനയിച്ചു എന്നുള്ളൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ചിലപ്പോൾ ധ്യാൻ ശ്രീനിവാസനെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഇത്രയൊരു ലെജൻഡറി എഴുത്തുകാരൻ, ലെജൻഡറി സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടറായ ശ്രീനിവാസന്റെ മകൻ, അതെന്റെ മൂത്ത മകൻ പ്രശ്നമില്ല. മൂപ്പര് നല്ല ഡയറക്ടറും അഭിനേതാവും, ഡയറക്ഷൻ കാര്യങ്ങൾ, പാട്ട് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങേര് വന്നിട്ട് ഓരോ പടങ്ങൾ പടച്ചു വിടണം. എൻ്റെ പൊന്നോ, ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പടങ്ങളുടെ. 2024 ഇപ്പൊ 25 വരെ ഒരു 16-17 പടങ്ങൾ. അതിൽ ഓരോന്നിന്റെ പിന്നെ നമ്മൾ കേട്ടിട്ട് പോലുമില്ല. ഇങ്ങനെ കേൾക്കല് തിയേറ്റർ വന്നു പോകുന്നു, OTT പോലും എടുക്കുന്നില്ല, ഒരു പണ്ടാരം എടുക്കുന്നില്ല. എന്റെ മോൻ ഇങ്ങനെ എന്നിട്ട് കോൺഫിഡൻസിന് തള്ളല്ലെങ്കിൽ ഇന്റർവ്യൂ വന്ന് ചിരിപ്പിക്കാനും കൊണയടിക്കാനും യാതൊരു കുറവുമില്ല. സിനിമയെ കുറിച്ച് പറയാൻ ഒരു മണ്ണാങ്കട്ടയും ഇല്ല, ഒരു തേങ്ങയോ കൊട്ടത്തേങ്ങയോ ഇല്ലാത്തൊരു സിനിമ. ഇതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? ഒരു ഷോർട്ട് ഫിലിം 1.25-2 മണിക്കൂറുള്ളൊരു സിനിമ, ചുമ്മാ ബീജിയവും കയറ്റി രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗും പറഞ്ഞ് ഇവരെന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് കഥ, ഇതിന്റെ കഥ എഴുതിയത് ധ്യാൻ ശ്രീനിവാസൻ അത്ര. ഇങ്ങനൊക്കെ എന്ത് മനുഷ്യനാണെന്ന് അറിയാം. ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പടക്കം സ്റ്റാർ തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ. മൂപ്പർ എന്തോ മറ്റോ കൂടിയിട്ടുണ്ട്. ഞാൻ 2024 ഇത്ര സിനിമകൾ ചെയ്യും, എന്തിന് വിക്കിപീഡിയയിൽ എഴുതാനാണ്? 32-50 സിനിമകൾ അഭിനയിച്ചു, ഇതാണെന്ന് മൂപ്പറുടെ ലക്ഷ്യം തോന്നുന്നു. തുടരെ സിനിമകൾ എല്ലാം പൊട്ടി അജാതി പൊട്ടലും. എന്നിട്ട് കോൺഫിഡൻസ് തള്ളും, ഒരു കുറവുമില്ലാത്തൊരു മനുഷ്യൻ. എങ്ങനെ സാധിക്കുന്നുവെന്തോ. എനിക്ക് ആകെ സിനിമയിൽ ഒന്ന് കൊള്ളാം എന്ന് തോന്നിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് തോന്നിയത്, അജു വർഗീസും പിഷാരടിയൊക്കെ വന്നപ്പോഴാണ്. എന്തെങ്കിലും അവര് ഒന്ന് ശ്രമിക്കുന്നുണ്ട്, എന്താണ് സിനിമേനെ ഒന്ന് ലെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷെ ധ്യാൻ ശ്രീനിവാസനും അതിന്റെ കഥയും കഥാപാത്രങ്ങളും എല്ലാം ഒരു മാതിരി എന്താ അവസ്ഥ സാധനമാണ്. എൻ്റെ മോനെ, ഇതൊക്കെ പോയിട്ട് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന നമ്മളെ പോലുള്ളവരെ സമ്മതിക്കണം. ആ 100-150 രൂപ ഇങ്ങോട്ട് തരണം. എൻ്റെ മോനെ, ആകെ 5-10-20 ആൾക്കാർ ഉണ്ടായില്ലേ, എല്ലാം ഉറക്കത്തിലായിരുന്നു. പറ ഉറക്കം. പിന്നെ എങ്ങനെങ്കിലും കണ്ടു തരും. 1.25-2 മണിക്കൂർ ഇല്ലു സിനിമ. അത് വലിയൊരു ദൈവാധീനം. 2.5 മണിക്കൂർ മറ്റേ ആണെങ്കിൽ എങ്ങനെ സഹിച്ചിരിക്കുന്നത് ദൈവത്തിനറിയാം. ശരിക്കും മലയാള സിനിമയുടെ പ്രതിസന്ധിയിൽ ഏറ്റവും വലിയൊരു കാരണം 2024 പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ കാരണം ധ്യാൻ ശ്രീനിവാസനാണ്. തുടരെ അതായത് ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കോമൺ സെൻസ് ഇല്ലാതെ പെരുമാറുന്ന, അല്ലെങ്കിൽ ഈ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് പോലും നോക്കാം. മൂപ്പർ തന്നെ ഈ ഇന്റർവ്യൂവിൽ വന്ന് തള്ളുന്ന കേട്ട് പറഞ്ഞാലും നമ്മൾ വിചാരിക്കും ഭയങ്കരമായ സംഭവമാണെന്ന്. ഞാൻ സ്ക്രിപ്റ്റ് നോക്കാറില്ല, സ്ക്രിപ്റ്റ് വായിച്ചു നോക്കാറില്ല, ഞാൻ ചുമ്മാ അഭിനയിക്കുകയാണ്, എനക്കറിയാം ഇത് പൊട്ടുന്നു, അങ്ങനത്തൊക്കെയാണ്. അതായത് മൂപ്പർക്ക് അറിയാം ഇത് എന്തായാലും പോയി പൊട്ടുന്നു. പക്ഷെ മൂപ്പരെ വായിലെ നാവ് കൊണ്ട് ഇന്റർവ്യൂവിൽ ഇരുന്ന് മെരുകി കണ്ട് തള്ളടിച്ച് എന്തൊക്കെയാ പറഞ്ഞ കുറച്ച് ഫാൻസൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് ഈ ഫാൻസിനെ കൊണ്ട് സിനിമ കാണിപ്പിക്കണം. ഇതാണ് ഇയാളുടെ മാർക്കറ്റിംഗ് ട്രിക്ക്. എന്നിട്ട് ഇന്നലെ നടന്ന യാബ് കൈസോഹാന്റെ പ്രൊമോഷനിൽ നടന്ന ഇന്നലെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു മീഡിയ പയ്യൻ എന്തോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അയാൾ 100% ആയ ക്വസ്റ്റൻ ആണ് ചോദിച്ചത്. നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുള്ളൂ. നിങ്ങളൊരു സിനിമ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാട്ടവരാത്ത പടങ്ങളിൽ പോയിട്ട് അഭിനയിക്കുന്നതിനുള്ള ക്വസ്റ്റൻ ആണ് ഇൻഡയറക്ട്ലി ആയിട്ട് ചോദിച്ചത്. എന്നിട്ട് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ഷോ ഓഫ്. നീയാണോ എന്നെ സിനിമ പഠിപ്പിക്കല്, നീയാണോ എന്നെ അഭിനയം പഠിപ്പിക്കുന്നത്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, തനിക്കൊരു കുന്തും അറിയില്ല. അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ 10-17 പടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉള്ള പടമാണെങ്കിൽ, എന്തൊക്കെ കഥയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ള പടമാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു കുന്തവും ഇല്ല, ഒരു ഷോർട്ട് ഫിലിമിന്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത കുറെ പടങ്ങൾ പടച്ചു വെച്ചിട്ട്, എന്നിട്ട് അതിൽ സ്ക്രിപ്റ്റ് പോലും നോക്കാതെ പോയി അഭിനയിച്ച് ക്യാഷിന് വേണ്ടി മാത്രം അഭിനയിച്ചിട്ട്, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നെളിഞ്ഞിരിച്ച് പറയാണ് അത് നിനക്ക് പ്രശ്നമില്ല, എനക്കറിയാം എങ്ങനെ അഭിനയിക്കേണ്ടതെന്ന്. ഇത് ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ? പിന്നെ എന്തിനാണ് പ്രൊഡ്യൂസർ എന്നെ വെച്ച് ഉണ്ടാക്കുന്നത്? പ്രൊഡ്യൂസർ തന്നെ വെച്ച് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തനിക്കത് സ്ക്രിപ്റ്റ് നോക്കിയിട്ട് പറയാൻ പാടില്ലേ, ഞാൻ ഇതിൽ അഭിനയിക്കുന്നില്ല, ഈ സ്ക്രിപ്റ്റ് വളരെ മോശമാണ്, എന്നിട്ട് അത് വായിച്ച് മനസ്സിലാക്കാൻ ഒരു കോമൺ സെൻസ് എനിക്കില്ലേ? പിന്നെ ഇയാൾ തിരക്കഥാകൃത്താണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഇപ്പൊ നല്ല പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു നിവിൻ പോളിനെ വെച്ചൊക്കെ ഒരു സിനിമ എടുത്തു, അതൊക്കെ കുറച്ച് നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഡീസന്റ് ആയിട്ട് നല്ല പടങ്ങളാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ കാട്ടവരാതങ്ങൾ പോയിട്ട് തല വെച്ച് കൊടുക്കുന്നത്? നിങ്ങൾക്ക് ക്യാഷ് മാത്രം കിട്ടിയാൽ മതി. എന്നിട്ട് ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇന്റർവ്യൂ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഒരു പതക്കം
മൂപ്പർക്ക് കൊടുത്ത്. പിന്നെ ഇന്റർവ്യൂ ആണ് ഹിറ്റ് ആകുന്നത്. ഇയാളെ സിനിമേനേക്കാളും കൂടുതൽ ഇന്റർവ്യൂ ആണ് ഹിറ്റ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും മില്യൺസ് വ്യൂസ് ആണ് ഇന്റർവ്യൂക്ക്. എന്തിന്? ഇയാളെ തള്ളു കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരാള് വളരെ ഇമ്പോർട്ടന്റ് ആയ വളരെ ഒരു കാര്യം ഒരു ചോദ്യം ചോദിച്ച സമയത്ത് അതിൽ കിടന്ന് തൂറി മെരുകിയാണ് ധ്യാൻ ശ്രീനിവാസൻ. കഷ്ടം തോന്നുകയാണ്. ഇത്രയും വലിയൊരു ലെജൻഡറി ആക്ടറെ മകൻ ആയിട്ട് വന്നിട്ട് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു അഭിനയം, ഒരു ക്വാളിറ്റി ഇല്ലാത്ത തിരക്കഥ, സ്ക്രിപ്റ്റ് സെലക്ഷനും സിനിമാ സെലക്ഷനും എന്റെ പൊന്നോ ഒന്നും പറയണ്ട. ഇന്റർവ്യൂ സ്റ്റാറിന്റെ ഓസ്കാർ ലെവൽ മൂവീസ് ആണ് മച്ചാന്റെ മാലാക, ത്രയം, സൂപ്പർ സിന്ദഗി, സീക്രട്ട്, പാർട്ട്നേഴ്സ്, സ്വർഗത്തിലെ കട്ടുറുമ്പ്, കുടുംബസ്ഥിയും കുഞ്ഞാടും, ഹേ അയ്യർ ഇൻ അറേബ്യ, ചീന ട്രോഫി, നാടോടികളിൽ സുന്ദരി യമുന, ജയിലർ, പിന്നെ വൈക്യമോ, ബുള്ളറ്റ് ഡയറീസ്, സത്യം ബോധിപ്പിക്കല, സത്യം മാത്രമേ ബോധിപ്പിക്കൂ, പിന്നെ വേറെന്തൊക്കെയുണ്ട്. അങ്ങനെ ഇപ്പൊ ആപ് കൈസേ ഹോ വരെ നീണ്ടു നിൽക്കുന്ന അപരാധ ചിത്രങ്ങളുടെ നായകൻ ധ്യാൻ ശ്രീനിവാസൻ. ഇനിയെങ്കിലും നിർത്ത്, എന്റെ തള്ളു നിർത്തിയിട്ട് യാഥാസ്ഥികമായി സംസാരിക്കുക, നല്ല സിനിമകൾ ചെയ്യാൻ നോക്ക്. അറ്റ്ലീസ്റ്റ് നീ ചെയ്യണ്ട, ഒരു കൊല്ലത്തിൽ 2 സിനിമ ചെയ്യടേ. ഒരു നല്ല സ്ക്രിപ്റ്റ് നോക്കി സെലക്ട് ചെയ്തിട്ട് ഒരു നല്ല സിനിമ ചെയ്യും. അതിനൊന്ന് റെസ്പെക്ട് ചെയ്യും, ആ കലയൊന്ന് റെസ്പെക്ട് ചെയ്യും. എന്നിട്ട് ചുമ്മാ ഇവിടെ വന്നിട്ട് തള്ളി മറിച്ചുകൊണ്ട് എന്റെ മോനെ സിനിമാ പ്രതിസന്ധി പറയുന്നുണ്ട്. ഇത് തന്നെയാണ് കാരണം. ഇത്തരത്തിലുള്ള പടങ്ങള് ചവറായ പല പടങ്ങള് എന്തിനു വേണ്ടി തിളക്കുന്ന കുറെ പടങ്ങൾ എടുത്തു വെച്ചിട്ട് അത് പ്രൊഡ്യൂസർ ആയാലും ആരാണ് ഇവനെ വെച്ചിട്ട് സിനിമ എടുക്കുന്നത്? അതാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ. പിന്നെയും എന്തിന്, ആർക്ക് വേണ്ടിയിട്ട്? എന്നിട്ട് സിനിമാ പ്രതിസന്ധി അതിന് യാതൊരു ഒരു കൂസലുമില്ല വന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയൊന്നുമില്ല. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. ഗെയിം പ്രൊമോട്ടിന് വേണ്ടിയിട്ട് ധ്യാൻ ശ്രീനിവാസൻ എന്നിട്ട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരു ഉളുപ്പില്ലാണ്ട് വരെയാണ്. എനിക്ക് ഒരു സാമൂഹ്യ പ്രതിസന്ധിയുമില്ല. എന്നിട്ട് എല്ലാവരും ആ ചോദ്യം ചെയ്ത പയ്യനായിട്ട് ട്രോൾ ചെയ്യുന്നു. കഷ്ടം. അപ്പൊ ഒന്നും പറയാനില്ല. പടക്കം സ്റ്റാർ, അവരാധ് സിനിമകളുടെ സൂപ്പർ സ്റ്റാർ ധ്യാൻ ശ്രീനിവാസൻ. ബിഗ് സല്യൂട്ട് മാൻ.